ഹലോ നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്നത്തെ എപ്പിസോഡ് 48ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഡേറ്റ് 17/1/2024. 17, അതായത് 1+7 8. അതുമാത്രമല്ല, 17/1/2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലും 8ൻ്റെ എനർജിയാണ്. അതുമാത്രമല്ല, നമ്മളെ 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 8ൻ്റെ എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാറ്റേൺ ആയിട്ടുള്ള എനർജിയുള്ള ദിവസമാണ് ഇന്ന്. റിപ്പീറ്റഡായിട്ട് 2 സമയം, അതായത് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 8, ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാലും 8, അതായത് പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 8. അങ്ങനെ ശനിയുടെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയുള്ള ദിവസമാണെന്ന് ചുരുക്കം. ഇന്ന് 17നെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന നമ്പർ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. ചെറിയൊരു സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ കോളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു കോള് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് വിഷ്ണുരാജ്. ആരാണ്? വിഷ്ണുരാജ്. വിഷ്ണുരാജ് എവിടെ നിന്നാണ്? ഞാൻ കോഴിക്കോട് കുന്നമംഗലം. ഓക്കെ, കോഴിക്കോട്. ഓക്കെ ഓക്കെ വിഷ്ണുരാജിൻ്റെ കാര്യം അറിയാൻ തന്നെയാണോ? അതെ അതെ, എൻ്റെ കാര്യം തന്നെ അറിയാം. ഓക്കെ, വിഷ്ണുരാജ് ഇനീഷ്യൽ എന്താണ് വിഷ്ണുരാജിൻ്റെ? എം. വിഷ്ണുരാജ് എം. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 1995 ഒക്ടോബർ 26. 26/9/1995 അല്ലേ? അതെ, 26/10/1995. 9 സെപ്റ്റംബർ അല്ലേ? അല്ല, ഒക്ടോബർ ആണ്. ഒക്ടോബർ. ഓക്കെ, അതെ, ഒക്ടോബർ 1995. വിഷ്ണുരാജ് എം. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഹലോ വിഷ്ണുരാജ്, കേൾക്കാമോ? കേൾക്കാം. പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6. ആക്ച്വലി ഇന്നും ഒരു പേഴ്സണാലിറ്റി നമ്പർ 8ൻ്റെ ദിവസമാണ്. 8നെ കുറിച്ചിട്ടൊക്കെ ഇന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം മുഴുവനായിട്ട് കാണുമോ? നിങ്ങൾക്കും ഒട്ടേറെ ആ ഒരു എനർജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്കും 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ൻ്റെ എനർജിയാണ്, ശനീശ്വരൻ്റെ എനർജിയാണ്. തീർച്ചയായും ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളെ ഒറ്റയ്ക്ക് തന്നെ കൺട്രോൾ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള എനർജി ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ പേര് വിഷ്ണുരാജ് എം എന്നുള്ളത് 34 എന്ന ഒരു എനർജിയിലാണ് വരുന്നത്. അത് നമുക്ക് ഓക്കെ അനുകൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് നമ്മുടെ ലൈഫ് പാത്തിൽ 6 ആയതുകൊണ്ട് തന്നെ ഓക്കെ, വളരെ കുഴപ്പമില്ല. പക്ഷേ ശനീശ്വരൻ കേതുവിൻ്റെ എനർജീനെ വളരെ ദോഷമായിട്ടും കരുതില്ല. അതുകൊണ്ട് വലിയ ഗുണങ്ങൾ അതിന് പറയാനില്ല. അതാണ് ആ പേരിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതിനിപ്പം നമുക്ക് പൊതുവേ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലതാമസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്താനുള്ള ഒരു താമസം, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതാണ് പറയാനുള്ളത്. എന്താണ് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടോ? പേരിനെ ബെസ്റ്റാക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്ന എനർജിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള പേര് തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഈ വിഷ്ണുരാജ് എം എന്നുള്ളത് ഞാൻ ഒന്ന് നോക്കട്ടെ. വിഷ്ണുരാജ് എമ്മിന് എന്തെങ്കിലും ബെസ്റ്റാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. എം എന്നുള്ളത് ഫാദറിൻ്റെ പേരെന്താണ്? രാജൻ. ഞാനത് പെട്ടെന്ന് നോക്കിയിട്ടൊന്നും റെഡിയാക്കാൻ നോക്കിയിട്ട് ഇതിലൊന്നും കാണുന്നില്ല. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ വിഷ്ണു രാജൻ എന്ന് വെച്ച് നോക്കി, വിഷ്ണു ആർ രാജൻ നോക്കി, വിഷ്ണു എം രാജൻ എന്ന് നോക്കി, വിഷ്ണു അമ്മയുടെ പേരിൻ്റെ ആർ വെച്ചിട്ട് രാജ് എന്ന് നോക്കി. പക്ഷെ ഇതിലൊന്നും ഒരു ബെസ്റ്റായിട്ടുള്ളത് കിട്ടുന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റായിട്ടുള്ള പേര് വേണം. എന്നെങ്കിലാണ് ഈ കാലതാമസവും ഒന്ന് ഒഴിഞ്ഞു കിട്ടുക. ഞാൻ പറഞ്ഞു ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒറ്റയ്ക്ക് ഒരു കാര്യത്തിനെ കൊണ്ടുപോകാനൊക്കെയുള്ള എനർജി ഉണ്ട്. കാരണം ഇനിയുള്ള പ്രായം മുതലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗുണം നമ്മളിലേക്ക് വരിക. ഈ പ്രായം വരെ
നമുക്ക് വലിയ ഒരു പുരോഗമനം ഉണ്ടായില്ലെങ്കിലും ഇനിയൊരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമാണ്. ആ സമയത്ത് കൂടുതലായിട്ട് കാര്യങ്ങളെയൊക്കെ കൊണ്ട് നന്നായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള പേര് വെച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എഴുന്നേൽക്കണം. അതായത് അത് പഠിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഓരോ അനുഭവങ്ങളിൽ നിന്ന് ഇപ്പോൾ പഠിച്ച് അതെ അങ്ങനെയാണ്. അങ്ങനെയുള്ള ഇതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാസ്റ്റർ ആവത്തേ ഉള്ളൂ. അതൊന്നും പിന്തിരിയരുത്. അതിൽ പിന്നെ ഉറച്ച് അത് ഇതുപോലെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് പേർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് വരെ നിങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഒരു ലീഡർ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം തന്നെ മറ്റുള്ളവർക്കുണ്ടാകാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്കും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു മാസ്റ്ററായി മാറാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ടുള്ളൊരു പേര് വെക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് നല്ല ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പിന്നെ വിഷ്ണുരാജ്. ഓക്കെ, താങ്ക് യു. വിഷ്ണുരാജ് കോഴിക്കോട് നിന്നാണ്. ഓക്കെ, ഇന്നും നമ്മൾ 17 ആണെങ്കിലും ഒരു 8ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോള് വന്നതും 26, അതും ഒരു 8ൻ്റെ എനർജിയാണ്, ശനിയുടെ എനർജിയാണ്. അപ്പോൾ ഈ 17-നായാലും 26-നായാലും ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും വ്യത്യാസവും ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസവും ഉണ്ട്. അപ്പോൾ എന്തായാലും 8ൻ്റെ എനർജിയാണ്, ശനിയുടെ എനർജിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് ശനിയുടെ ഒരു എനർജീൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കാലതാമസം എന്നത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മഫലം ലഭിക്കുമെങ്കിലും അതിന് കാലതാമസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേഗതയുള്ള അതിൻ്റെ എനർജി പ്രകാരം നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ പേരിന് ഭാഗ്യവും കുറച്ച് വേഗതയും നമുക്ക് ഉള്ള ഒരു പേര് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അതിന് ഏറ്റവും ബെസ്റ്റായിട്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു കുറഞ്ഞ സമയത്ത് നമുക്കൊരു പക്ഷേ അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് 17-നെ കുറിച്ചിട്ടാണ്. 17 ഇപ്പം ആദ്യം ഞാൻ പിന്നെ വ്യക്തിയുടെ കാര്യം പറഞ്ഞ പോലെ ജന്മസിദ്ധമായ നേതാവാണ്. ഇവർ ജനിച്ചത് തന്നെ നേതാവാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പേഴ്സണാലിറ്റി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ലാസ്റ്റ് പറയാം. അപ്പോൾ ജന്മസിദ്ധനായ ഒരു നേതാവ്, പിന്നെ എന്ത് കാര്യത്തിനെയും ബിസിനസ് പരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, ഏത് കാര്യത്തിനെയും അതിനെ ബിസിനസ്സിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്ക് വളരെ പവർഫുള്ളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലീഡർ എന്ന് കഴിഞ്ഞാൽ അല്ലേ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് പിന്നെ ലീഡർമാർ അവിടെ ഉണ്ടാകുക. അതുപോലെ എവിടെയും എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അതിനെ കാര്യങ്ങളെ ലീഡ് ചെയ്യാനും ഇതിനൊക്കെയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും ഈ 17 ജനിച്ച വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ശ്യാമള എന്നാണ് എൻ്റെ പേര്. ശ്യാമള, എവിടുന്നാ വിളിക്കുന്നത്? മകന്റെ കാര്യം. ഓക്കെ, ശ്യാമള എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാട്. ഓക്കെ, മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 24/10/2009. 2009. പേര്? ഭരത്. നരൻ അല്ലേ? നരൻ അല്ലേ പറഞ്ഞത്? ഭരത്. ഓക്കെ, ഭരത്. THARATH. ഭരത്. ഇനീഷ്യൽ എന്താണ്? R. ഒരാറിലേ ഉള്ളൂ? ഒരു R. ഓക്കെ, ഭരത് R അല്ലേ? 24/10/2009. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ പറയാം. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 9. 6ൻ്റെയും 9ൻ്റെയും ഒരു കൂടിച്ചേരലാണ് ഡേറ്റ് ഓഫ് ബർത്തിലുള്ളത്. പൊതുവെ 24 ഒരു മികച്ച ഡേറ്റ് ആണ് പൊതുവെ. എന്നിരുന്നാലും ഭരത് R എന്നുള്ള പേര് രാഹുവിൻ്റെ എനർജിയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച അതിൻ്റെ അത്ര ഒരു ഗുണം ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നമുക്ക് കാണാനില്ല പൊതുവെ. അല്ല, ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ ഗുണമുണ്ടെങ്കിലും പേരിൽ നമുക്ക് കാണാനില്ല. പേരിനെ ഒന്നും മികച്ചതാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം രാഹുവിൻ്റെ എനർജിയിൽ തന്നെ ഉള്ളൊരു പേരാണ്
ഡേറ്റ് ഓഫ് ബർത്ത് നല്ലതാണ്. അത് 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 ആള് കിട്ടുന്ന അവന് പഠിക്കാനും മോശം, പറഞ്ഞാലും അനുസരണയില്ല. അതുകൊണ്ടാണ് വിളിക്കാൻ തന്നെ കാരണം. ആ പേരൊന്ന് ബെസ്റ്റ് ആക്കുന്നതാണ് നമുക്ക് തരാൻ വേണ്ടി പറ്റുന്ന മികച്ച കാര്യം. ഈ 6ന്റെ ഫുൾ ഫോം എന്താണ്? 6ന്റെ ഫുൾ രഞ്ജൻ. രഞ്ജൻ. അതെ, ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറയാം. VR ആക്കിയാലോ? എന്നാ VR-ഉം വരാ, RV അല്ലെങ്കിൽ AVR. VR എന്നാക്കാനും പറ്റുമോ? VR വീട്ടും പേരാണ്, വലിയ വീട്ടിൽ വേണ്ട വീട്ടും പേരാണ്. VR അപ്പൊ അങ്ങനെയൊക്കെ കുഴപ്പമുണ്ടോ? ഓക്കെ, VR എന്ന് വെച്ചിട്ട് വലിയ ഗുണം പറയാനില്ല. പിന്നെ അമ്മയുടെ പേര് എന്താണ്? ശ്യാമള. ശ്യാമള, നിങ്ങൾ തന്നെ അല്ലേ? SR. അപ്പോൾ അച്ഛൻ്റെ പേര് R എന്നുള്ളതും R നോക്കുമ്പോഴേക്കും ഓക്കെ, ഭരത് R രഞ്ജൻ എന്ന് വെക്കുമ്പോഴേക്കും നല്ല പേരാവുന്നുണ്ട് കേട്ടോ. ഭരത് R രഞ്ജൻ. അല്ലെങ്കിൽ പിന്നെ എന്റെ പേര് RS ചേർക്കണം. എന്നാ RS എന്ന് ചേർത്ത് കഴിഞ്ഞാലും ഒരു സെക്കൻഡ്, ആദ്യം ഇത് കിട്ടിയത് ഞാൻ എഴുതി വെക്കട്ടെ. പിന്നെ അങ്ങനെ പേരില് ചേർക്കാം. RS പറഞ്ഞപ്പോ അച്ഛൻ്റെയോ എന്റെയോ അങ്ങനെ. ഇല്ല, RS എന്ന് വെക്കുമ്പോഴേക്കും ബെസ്റ്റ് ആകില്ല. ആവില്ല അല്ലേ? അപ്പൊ എനിക്കിപ്പോ ആള് പിന്നെ പഠിക്കാൻ ഭയങ്കര മോശമാണ്, അനുസരണയും ഇല്ല. അതാണ്. അപ്പോൾ പേരിൻ്റെ എങ്ങനെ മാറ്റം വരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭരത് എന്നുള്ളതിന് TH ഒഴിവാക്കുക. അവസാനമുള്ള ഭരത് BHARAT, ഭരത്. ഓക്കെ, പിന്നെ രഞ്ജൻ RENJAN. അത് നിങ്ങൾ എഴുതി വെക്കണം. RENJAN, രഞ്ജൻ, അങ്ങനെയല്ലേ? അത് എഴുതി വെക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല. പിന്നെ നിങ്ങളിപ്പോ വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണോ? എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതുപോലെ തുടരും. രഞ്ജൻ RENJAN പിന്നെ ഒരു S എന്നും കൂടി എടുക്കുക നിങ്ങളുടെ അമ്മയുടെ പേരിന്റെ ഏത്. ഓക്കെ, അപ്പോൾ ഭരത് രഞ്ജൻ S അങ്ങനെ പേര് വെച്ച് കഴിഞ്ഞാൽ വളരെ പവർഫുൾ, ലക്കിയസ്റ്റ് ആണ്. കാര്യങ്ങളൊക്കെ മാറി മാറും. അവന് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയങ്ങൾ വരും. കൂടുതൽ എല്ലാറ്റിലും ഗുണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി വിദ്യാഭ്യാസപരമായിട്ട് തന്നെ ഗുണം ഉണ്ടാവണമെന്നും അങ്ങനെ ചിന്തിക്കണ്ട. എന്തായാലും അവൻ മകൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും എന്തായാലും. ഇപ്പം ഈ പഠിച്ചവരൊന്നും അല്ല ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് എത്തിയത്. അത് വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും പേരിനെ അങ്ങനെ മാറ്റി വെക്കുക, ഭരത് രഞ്ജൻ S എന്നുള്ളത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പാലക്കാട് നിന്ന് ശ്യാമളയാണ്. തീർച്ചയായിട്ടും നമ്മൾക്കും സന്തോഷമുണ്ട് ഒരു പേര് പറഞ്ഞു കൊടുത്തത്. പല ആൾക്കാരും കരുതുന്നത് ഇങ്ങനെ പ്രശ്നം പറയാമെന്ന് മാത്രം. കൃത്യമായിട്ട് അതിനൊരു പരിഹാരം അല്ലേ? നിങ്ങൾ എന്നെക്കൊണ്ട് അങ്ങനെ ഒരു ഗുണമല്ലേ ഉണ്ടാക്കി എടുക്കേണ്ടത്. അല്ലാണ്ട് പ്രശ്നം എന്നോട് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഭഗവാനല്ലല്ലോ അത് പരിഹരിക്കാൻ. എന്തായാലും അതിനൊരു പരിഹാരം, അത് നമ്മുടെ ന്യൂമറോളജി പ്രകാരം അത് ചെയ്യുമ്പോഴാണ് അതിന് ഗുണം. അപ്പോൾ അതിന് നിങ്ങളൊരു പേനയും പേപ്പറൊക്കെ ആക്കി വെച്ചിട്ട് വേണം വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് ആദ്യം തന്നെ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഗ്രീഷ്മ. നീഷ്മ അല്ലേ? ഓക്കെ, നീഷ്മ എവിടുന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട്. ഇന്ന് കോഴിക്കോടുകാരാണല്ലോ കൂടുതൽ വിളിക്കുന്നത്. കോഴിക്കോട് അല്ല, ഇന്ന് നമുക്ക് കോഴിക്കോടുകാരാണ് കൂടുതലായിട്ട് വിളിക്കുന്നത് പറയാം. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ നീഷ്മയുടെ. 1991. നീഷ്മയുടെ ഇനീഷ്യൽ സെക്കൻഡ് നെയിം അല്ലെങ്കിൽ PL? P ഫോർ പീപ്പിൾ അല്ലേ?
പി അല്ലേ? പി ഫോർ പീപ്പിൾ. ആ, ഓക്കെ, നിങ്ങൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഫോർ പീപ്പിൾ ആണോ അല്ല എന്താണ് പി? ഇനീഷ്യൽ പി തന്നെയല്ലേ? ഇനീഷ്യൽ പി തന്നെയല്ലേ? പി അല്ല, ടി ആണ്, ടി. ടി, ആ അതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം ഒറ്റ സൗണ്ടിലേക്ക് കേൾക്കുന്നത്. ഓക്കെ, നീഷ്മ ടി അല്ലേ? ടി ഫോർ തായ്ലാൻഡ് അല്ലേ? ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണേ. നിഷ്മ, പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 8. 6ൻ്റെയും 8ൻ്റെയും കൂടി ചേരലാണ്. അപ്പോൾ നല്ല പേര് അല്ല, ന്യൂമറോളജി പ്രകാരമുള്ളൊരു കാര്യം പറഞ്ഞതാണ്. അത് 6ൻ്റെയും 8ൻ്റെയും ഉള്ള ഒരു കൂടിച്ചേരലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 6/9/1991 അപ്പോൾ നീഷ്മ ടി എന്നുള്ള പേര് പിന്നെ പൊതുവെ ഒരു ഇമോഷണലി കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു പേരാണ്. എന്നിരുന്നാലും വളരെ ദോഷമല്ല. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കരിയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുഴപ്പമില്ലാത്തതും അതേസമയം പിന്നെ വ്യക്തിബന്ധങ്ങൾക്കൊക്കെ ഇമോഷണലി പ്രശ്നം ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു പേര് എന്ന് വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം, ഈ നീഷ്മ ടി എന്നുള്ളത്. ഓക്കെ, ഈ ടി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? വീട്ടുപേരാണ്. അച്ഛൻ്റെ പേരെന്താണ്? ഓക്കെ, അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? എൻ ആണോ? എൻ. ഓക്കെ, അങ്ങനെ എന്ന് വെക്കുമ്പോഴും കുറച്ച് ബെസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ അമ്മയുടെ പേരിൻ്റെ പേര്? യു. നീഷ്മ സാധിക്കുമെങ്കിൽ NEE എന്നുള്ളത് ഇത് മാറ്റിയിട്ട് NI ആക്കിയിട്ട് പിന്നെ SHMA T എന്നാക്കി കഴിഞ്ഞാൽ ഒരു നല്ല പേരാവും കേട്ടോ. അങ്ങനെ സാധിക്കുമോ നോക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാകും. കൂടുതൽ നല്ല കാര്യത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പേര് തന്നെയാവും. ഒരു 80%, 85%ഓളം നല്ല പേരാകും. ഓക്കെ, ഇപ്പോൾ ഉള്ളത് ബിലോ ആവറേജ് ആണ്, 50% താഴെ ഉള്ള ഒരു പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നിഷ്മ ടി എന്ന് പറയുമ്പോൾ 23 വരും. അതിൻ്റെ അകത്ത് ഓരോരോ എനർജി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്ന എനർജി. അപ്പോൾ അതാണ് ഏറ്റവും മോശമായിട്ട് കിടക്കുന്നത് ആ പേരിനകത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് എന്നെ എപ്പോഴും ഇമോഷണലായിട്ട് ദുഃഖങ്ങൾ, അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെയാണ്, എന്നോട് അവർ ഇങ്ങനെ പെരുമാറിയില്ലല്ലോ എന്നൊക്കെയുള്ള മനസ്സിന് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ ഇതിൽ ധാരാളം കാണാനുണ്ട്. അപ്പോൾ പിന്നെ ആ പേരിനെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി പ്രകാരം കൂടുതൽ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാനും കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല പേരായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിഷ്മ ടി എന്നാകും. അങ്ങനെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? അതിനും വലുതാണല്ലോ അല്ലേ നമ്മുടെ ജീവിതം അല്ലേ? അപ്പോൾ അത് ചെയ്യുക, ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ നിഷ്മക്ക്, നിഷ്മ ടിക്ക്? ജോലി കിട്ടാൻ പല സാധ്യത, കുറെ നാളായി PSC ട്രൈ ചെയ്തോണ്ട് ലിസ്റ്റിൽ പിന്നെയും പുറത്താവുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യം. ജോലിക്ക് വേണ്ടിയിട്ട് അല്ലേ? ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സമയത്തിൻ്റെ കാര്യം കൂടി ഞാൻ ഒന്ന് പറയാം. ഈ പേരൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും വേഗതയും ഉണ്ടാകും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതേ അവസ്ഥയിൽ പോകുമ്പോൾ നമുക്ക് ഇതേ റിസൾട്ടാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ സമയം ഞാൻ ഒന്നും കൂടി നോക്കാം. ഓക്കെ, മാർച്ച് കഴിഞ്ഞല്ല, ഇനി വരുന്ന മാർച്ചില്ലേ, മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും അനുകൂലമായിട്ടുള്ള സമയമാണ് വരാനുള്ളത്. ഓക്കെ, മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സമയമാണ്. പൊതുവേ ഈ വർഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കൊക്കെ പോകാൻ അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ പേരിൽ ഇങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അത് നിങ്ങൾ തീരുമാനം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒന്നുമില്ല, NEE മാറ്റിയിട്ട് I ആക്കണം. ഒരു സംശയം ഉണ്ടാവും ആൾക്കാർക്ക്, ഈ I മാറ്റി, അതായത് ന്യൂമറോളജി കുറച്ച് മനസ്സിലാക്കിയവരാണ്.
ഇപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ എനർജി വരും, 5 5 10. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 + 0 1 ആവും. മറ്റേതവന് 1 ആണെങ്കിലും അതിനകത്തുള്ള എനർജിയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ കോഴിക്കോട് നിന്ന് നിഷ്മ ടി ആണ് വിളിക്കുമ്പോൾ. നീഷ്മയായിരുന്നു, ഇപ്പോൾ കോള് കട്ട് ചെയ്തപ്പോൾ നിഷ്മ ടി ആണ്. ഓക്കെ, അപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു പേര് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. പേഴ്സണാലിറ്റി ഇന്ന് അതും ഒരു 8ൻ്റെ എനർജി ഉണ്ട്, ലൈഫ് പാത്തിൽ 8 ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും 8നെ കുറിച്ചിട്ടൊക്കെയാണ്. നമുക്ക് 8നെ കുറിച്ചിട്ട് ഇന്ന് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് ഇവർ ജന്മസിദ്ധമായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരും, അതുപോലെ ഏത് കാര്യത്തിനും ബിസിനസ് ഐഡിയാസ് കണ്ടെത്താനുള്ള ഒരു കഴിവും. ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രയോജനപ്രദമാക്കുന്ന രീതിയിൽ കാര്യത്തിനെ മാറ്റിയെടുക്കുന്നത്. എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല അല്ലേ. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നമ്മൾക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാം എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ അടൂരിൽ നിന്നാണ്. ഉണ്ണികൃഷ്ണൻ കുഞ്ഞിന്റെ അടൂരിൽ നിന്ന് അല്ലേ? രാകേഷ് എന്നാണ്. ഉണ്ണികൃഷ്ണൻ അടൂരിൽ നിന്നാണ് അല്ലേ? ഗൗതം രാകേഷ് എന്നാണ് കുഞ്ഞിന്റെ പേര്. ഓക്കെ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ, സ്പെല്ലിങ്ങിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അറിയാൻ വേണ്ടി വിളിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ ഗൗതം രാജേഷ്, ഒന്ന് സ്പെല്ലിംഗ് പറയാമോ? DH ഉണ്ട് അല്ലേ? DHAM ഗൗതം രാകേഷ് RAGESH. വേറെ ഇനീഷ്യൽ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇത്രേ ഉള്ളൂ. 13/6/2020 ജനിച്ചത്. 13/6/2020 അല്ലേ? ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, ആയിക്കോട്ടെ. നമസ്കാരം, കേൾക്കാമോ? ഹലോ. പേര് പറയാൻ വലിയ കുഴപ്പമില്ലാത്തൊരു പേരാണ്. നല്ല അങ്ങനെയാണ് പറയേണ്ടത്. അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് GAUTHAM TAM ഇതിൽ ഏതായിരിക്കും ബെറ്റർ? ഇതില് TH തന്നെയാണ് ബെറ്റർ. H തന്നെയാണ് ബെറ്റർ. പക്ഷെ എന്നാലും അതിൽ എന്നെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? അമ്മയുടെ പേരിന്റെ K ആണ്. K ആണല്ലേ? അച്ഛന്റെ പേര് രാകേഷ്. ഓക്കെ. ഈ പേരിന്റെ കൂടെ ഒരു A എക്സ്ട്രാ ചേർക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെസ്റ്റ് ആണ്. ഒരു A എക്സ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാകും പേര്. അപ്പൊ ഗൗതം എന്നുള്ളതിന് 2 A. അത് ബുദ്ധിമുട്ടാവോ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കുഴപ്പമില്ല, ഗൗതം GAUTHAM വേണം. AAM അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി നല്ലതാണ്. കൂടുതൽ അട്രാക്റ്റീവായ പേരായി, പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് കൂടി ആകും മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. GAUTHAM. അതെ, ഗൗതം. രാകേഷും ഉണ്ട്, RAGESH. ഒരു സെക്കൻഡ് ഒന്നുകൂടി നോക്കട്ടെ. എന്നാലും ഞാൻ ഉദ്ദേശിച്ച ഒരു എനർജിയിലേക്ക് വരുന്നില്ല കേട്ടോ. അതിൽ A ആക്കിയിട്ടും അത് ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിൽ സുഖം ഇങ്ങനെ തന്നെ പോകുന്നതാണ്. പക്ഷെ ഒരു ബെസ്റ്റ് പേരാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ അമ്മയുടെ പേരിന് K ആണെന്ന് പറഞ്ഞു അല്ലേ? സ്റ്റാർട്ടിങ് K. ഒരു മിനിറ്റ്, അത് നോക്കാണ്. ഗൗതം എന്നുള്ളത് THUM എന്നാക്കാൻ പറ്റുമോ? അങ്ങനെ ഇത്ര ഒരു GAUTHUM
UM ആ. അത് EM UM ഗൗതം. U അത് ബുദ്ധിമുട്ടായിരിക്കും, അത് സ്പെല്ലിംഗ് എന്തോ മിസ്റ്റേക്ക് പോലെ തോന്നും. JUTHUM ആ ഗൗതം എന്നിട്ട് U ആക്കാന്. അപ്പോൾ എന്നാലും അമ്മയുടെ പേരിൻ്റെ കെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരാവുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്ന് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാവുക. ഇതിപ്പം നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കിയിട്ടും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടില്ല പേര്. വന്നിട്ടില്ല. ആ അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള പേര് മാത്രമേ ആയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പൊ എന്നാലും GUTHAM രാകേഷ് തന്നെയാണോ സാർ പറയുന്ന സജഷൻ? അതെ, ഇപ്പൊ ഉള്ളത് പേര് ആണ് ഒരു ആവറേജ് ആയിട്ടുള്ള പേര്. അതിൽ കൂട്ടുന്തോറും THAM രാകേഷ്, ഗൗതം രാകേഷ് എന്നുള്ളത്. കാരണം അത് 7th എനർജിയിൽ വരുന്നതാണ്, രാഹുവിന്റെ എനർജിയിലാണ് പേഴ്സണാലിറ്റി. അപ്പോൾ അത് രണ്ടും യോജിക്കുന്നതാണ് കാര്യങ്ങളെ ഒക്കെ. എന്നാലും അത് ഈ ഇമോഷണലി അതിന് പ്രശ്നമുണ്ട്. അതായത് അങ്ങനെ ഇതായിട്ട് പ്രശ്നമല്ല കരിയറിൽ. അതാണ് ഞാൻ പറഞ്ഞ ഒരു 50% ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് എന്ന് മാത്രമേ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 100% പേര് റെഡിയാക്കി കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം വലിയ ആൾക്കാർക്കാണ് നമുക്ക് പേരിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ലെക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ സ്നേഹത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് വിളിച്ചത്. ഓക്കെ, മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മകൻ്റെത് 4ഉം 5ഉം ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കി, പക്ഷേ കൃത്യമായി കിട്ടിയില്ല. പിന്നെ എന്തായാലും രാഹുവിൻ്റെ എനർജിയിൽ കേതുവിൻ്റെ പേര് ബാക്കി പല ആൾക്കാർക്കും അത് മോശമാണെങ്കിലും ഇവരെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷം അതിൽ പറയാനില്ല. അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.